ചായ കൊണ്ടുവരാൻ തടസ്സമെന്ന് വാദം. ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്ക്. വിഷയത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മറുപടി പറയാനാവാതെ നഗരസഭാ ഭരണസമിതി. ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. സാധാരണ പോലെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരോട് പിറകുവശത്തെ ഗാലറിയിൽ ഇരുന്ന് മാത്രം ദൃശ്യങ്ങൾ പകർത്തിയാൽ മതിയെന്ന് അറിയിക്കുകയായിരുന്നു. ഇതുപ്രകാരം മാധ്യമങ്ങൾ ഗാലറിയിലേക്ക് മാറിയെങ്കിലും യോഗത്തിൽ വിഷയം ചർച്ചയായതോടെ വലിയ ഭരണ പ്രതിപക്ഷ വാക്കേറ്റമാണ് ഉണ്ടായത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നും കൗൺസിൽ യോഗ നടപടികൾ പുറം ലോകം അറിയുന്നത് ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നീചമായ തീരുമാനത്തിലേക്ക് നഗരസഭാ ഭരണസമിതി എത്തിയതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. എന്നാൽ മാധ്യമപ്രവർത്തകർ വഴി തടഞ്ഞു നിൽക്കുന്നത് കൗൺസിൽ യോഗത്തിലേക്ക് ചായ കൊണ്ടുവരാനും മറ്റ് ജീവനക്കാർക്ക് സഞ്ചരിക്കാനും തടസ്സമാകുന്നു എന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നായിരുന്നു ഭരണസമിതിയുടെ വാദം. മാധ്യമങ്ങൾക്ക് യഥേഷ്ടം പുറകുവശത്തെ ഗാലറിയിലിടുന്ന ദൃശ്യങ്ങൾ പകർത്താമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പ്രസിന്റെ പ്രയാസങ്ങളെ ആണ് പറഞ്ഞ ഇവിടെ സെക്രട്ടറി അടക്കം ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അവിടെ നിൽക്കുന്നത് പ്രയാസമുണ്ട്. ഇവിടെ ഇരിക്കാം, ഗാലറിയാണ്, തുറന്ന വേദിയാണ്, എല്ലായിടത്തും ഇത് തന്നെയാണ്. പ്രസിലെ വീഡിയോ കവറേജ് അടക്കം ഇപ്പൊ തന്നെ പറയുന്നു, അതിന് നിങ്ങൾ അവിടെ ചെന്നിരിക്കണം എന്ന് പറയുന്നത് ആണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ വീണ്ടും വളരെ സത്യമായിട്ട് നിങ്ങളടക്കം ഇരിക്കുന്നത് ഗാലറിയിലാണ്. മക്കളെ പറഞ്ഞ അല്ലാണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഞങ്ങളാണ്. നമ്മുടെ ഭരണഘടനയെ നിലനിർത്തുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മുടെ ഭരണമുന്നണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിൽ ഒരു പ്രയാസവുമില്ല. എന്നാൽ വർഷങ്ങളായി മാധ്യമങ്ങൾ തുടർന്നു വരുന്ന രീതിയിൽ ഇതുവരെ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ കൗൺസിൽ യോഗം കഴിഞ്ഞിറങ്ങിയ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾക്ക് സാധിച്ചില്ല. മാധ്യമങ്ങൾ ചിലരെ മാത്രം കേന്ദ്രീകരിച്ച് വാർത്ത കൊടുക്കുന്നു എന്നായിരുന്നു ചോദ്യങ്ങൾക്കുള്ള ഭരണപക്ഷ അംഗങ്ങളുടെ മറുപടി. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം ഗാലറികളിൽ ഇരുന്നിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് പ്രയാസം എന്താണ്, ഇപ്പോൾ നിങ്ങൾ ആ വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ജീവനക്കാർക്കും മറ്റവർക്കും ഏറെ പ്രയാസമുണ്ട് വരുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറി അടക്കം പറഞ്ഞു, നമുക്ക് മീഡിയാസിന് ഗാലറിയിൽ ഇരുത്തിയാൽ പോരെ, മതി, ഒരാക്ഷേപമില്ല. മീഡിയാസിന് ഗാലറിയിൽ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പുറംഭാഗം ഞങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്? നാളെ ഈ വനിതാ കൗൺസിലർമാരെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഈ പുറംഭാഗം ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും അടുത്ത ദിവസം വാർത്ത വരിക? സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ചിത്രീകരിക്കാം. പുറംഭാഗമാണോ മുൻഭാഗമാണോ എന്നുള്ള അങ്ങനെയല്ല, പുറംഭാഗമായിട്ടല്ല, പുറം കാണാം വളരെ കൃത്യമായിട്ട്. അവിടെ നിങ്ങൾ എന്താ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചിത്രീകരിക്കാനുള്ള ശബ്ദവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരു വിഷയമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ വഴി തടഞ്ഞു നിൽക്കുമ്പോൾ പ്രയാസമുണ്ട്.
പുറകു വശത്ത് എങ്ങനെയാണ് ആളുകൾ മുഖം ചിത്രീകരിക്കുന്നത്? ആ രീതി ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. പറയുന്നത് ചെയർമാൻ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞ് വന്ന ഇവിടെ നിങ്ങൾക്ക് മറ്റു പത്രസമ്മേളനം ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഓരോരുത്തർ കൗൺസിലിന്റെ ഉള്ളിൽ തന്നെയല്ലേ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ അങ്ങനെ അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു വഴി എന്തറിയോ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ് അവിടെ വഴി തടസ്സം ചെയ്യുന്നുള്ള ഒരു പ്രയാസം വന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയില്ല. നിങ്ങൾ കൗൺസിലിൽ ഞങ്ങൾ ഇരിക്കുന്ന രീതിക്ക് അനുസരിച്ച് തന്നെ ഇരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എവിടെയും അങ്ങനെ തന്നെ ചെയ്യുന്നത്. എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തിലും ഇതേ രീതിയാണ് ചെയ്യുന്നത്. അതിലെന്തത്ര വിശേഷമുള്ളത്? അല്ലാണ്ട് ഞാൻ അതിലേക്കും കടക്കുന്നില്ല. നിങ്ങൾ ചില ആൾക്കാരെ മാത്രം കൊടുക്കുന്നു എന്നുള്ള വിശേഷത്തിലേക്കും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം സംശയമൊന്നുമില്ല. അല്ല ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയും. നിങ്ങൾ അങ്ങനെ നിങ്ങൾ പറയണ്ട. കാരണം എന്തറിയോ, നിഖില് ആ വർത്താനം നിങ്ങൾ പറയും. എന്തുകൊണ്ട്? നമ്മള് വളരെ വൃത്തിയിൽ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അതും ഞങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ എന്തോ കൊടുത്തോ. ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് വിഷ്വൽസിൽ വരുന്നത്. അതല്ല അങ്ങനെയല്ല. നിങ്ങൾ ഈ വാർത്ത ഇതിന് നിങ്ങൾ മാധ്യമ വിലക്കൊന്നും ഒരിക്കലും ആ വാക്യം പ്രയോഗിക്കാൻ പാടില്ല. ആ വാക്യം നിങ്ങൾ പറയരുത്. ഇതിന് മാധ്യമ വിലക്കൊന്നും മാധ്യമങ്ങൾ വളരെ ജനകീയമായി സുതാര്യമായി ചെയ്യണമെന്ന പ്രവർത്തനം നടത്തുന്ന തന്നെയാണ് ഭരണസമിതി കാഴ്ചപ്പാടും അതിനെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞതിൽ എന്തുണ്ട്, ചില കാര്യങ്ങൾ കൺക്ലൂഷൻ മാത്രം വരുന്നില്ല. അവിടെ ചർച്ചകൾ മാത്രം, നേരത്തെ വൈസ് ചെയർമാൻ പറഞ്ഞത് ചർച്ച ചെയ്യുന്ന മാത്രം കാര്യങ്ങൾ, അതിന് ചർച്ചയോട് ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്ന അത് ചെറിയ നിയന്ത്രണമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിഷയത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ നഗരസഭ ചെയർപേഴ്സണും തയ്യാറായില്ല. നിങ്ങൾ ആ ഡോറിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു എൻട്രൻസ് അത് തന്നെയുള്ളൂ കാരണം. നിങ്ങൾ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് ഒരു നല്ല ഭരണസമിതിക്ക് ഭൂഷണമല്ലെന്നും ഇത് തെറ്റായ നടപടിയാണെന്നും നഗരസഭ പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഓരോ ചലനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന മാധ്യമങ്ങളെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഭരിക്കുന്നവർ സ്വീകരിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കത്തക്കതല്ല എന്ന് ഞങ്ങൾ കൗൺസിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ചെറുപ്പശ്ശേരി നഗരസഭ തുടങ്ങി. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശീല ഇപ്പോഴും ഇവർക്ക്. പഞ്ചായത്ത് ഭരണസമിതി പോലല്ല മുനിസിപ്പാലിറ്റി. നഗരസഭ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്, ഇത് കൗൺസിലറാണ്, പ്രത്യേകം പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് പോലെ തന്നെ നഗരസഭാ കൗൺസിലിൽ നടക്കുന്ന ഓരോ രംഗങ്ങളും അതാത് സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളുടെ മുന്നിലാണ് നഗരസഭാ കൗൺസിൽ. അതുകൊണ്ട് തന്നെ അതാത് സമയത്ത് ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കുള്ള അധികാരത്തെയും അവകാശത്തെയും ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തടയുന്നതിനെ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.